സന്തോഷമുണ്ട്. ഞാനൊരു പുതിയ സബ്ജക്റ്റാണ് പഠിപ്പിക്കുന്നത്, സ്പിരിച്വൽ വേൾഡ്. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ കർത്താവിനെ അറിഞ്ഞ് 95 സെപ്റ്റംബറിലാണ്. എനിക്ക് തോന്നുന്നു 30 വർഷമാവും ഈ അടുത്ത വർഷം സെപ്റ്റംബർ ആകുമ്പോൾ. ഇത്രയും വർഷത്തിൻ്റെ ഇടയിൽ ഞാൻ പല പ്രാവശ്യം ദൈവിക അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. വിശ്വാസത്തിൽ വന്നതിന് ശേഷം അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ദർശനങ്ങൾ കണ്ടിട്ടുണ്ട്, പല വിസിറ്റേഷൻസ് ഉണ്ടായിട്ടുണ്ട്, പല സന്ദർശനങ്ങൾ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഇത്രയും വർഷങ്ങളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ദൈവിക സന്ദർശനം അനുഭവിച്ച എനിക്ക് തോന്നുന്നു 9 മാസങ്ങളാണിത്. കഴിഞ്ഞ ജൂൺ മുതൽ ഈ മാസം വരെ എനിക്ക് തോന്നുന്നു മിക്കവാറും ദിവസങ്ങളിൽ എനിക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ സന്ദർശനം ഉണ്ടാവും. എനിക്ക് ഈ സന്ദർശനങ്ങൾ ഉണ്ടായപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിലെ ആഗ്രഹമായിരുന്നത് ഓരോ മിനിസ്ട്രിയുടെ പ്രതലങ്ങളായിരുന്നു. പക്ഷേ എനിക്ക് ഓരോ സന്ദർശനങ്ങളും എനിക്ക് ഇപ്രാവശ്യം ഉണ്ടായത് ഓരോ ആത്മീയ രഹസ്യങ്ങൾ മനസ്സിലാകുകയാണ് ചെയ്തത്. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനും സോളിയോടും എനിക്ക് എല്ലാവരോടും പറയാൻ ആ കാര്യത്തിൽ പ്രേരണയില്ല. കർത്താവിനോട് അങ്ങനെ പറഞ്ഞില്ല. എന്തെങ്കിലും കർത്താവ് അങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ ആ കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കാം. സ്പിരിച്വൽ വേൾഡിനെ കുറിച്ച് എനിക്ക് ആഴമേറിയ പല കാര്യങ്ങളും ഇന്നറിയാം. എനിക്ക് തോന്നുന്നു കർത്താവ് എന്നെ ആ മേഖലയിലെ ഒരു ഡീപ്പറായ കാര്യം പഠിപ്പിക്കുവാനായി തുടങ്ങി. ഐ എം സോ ഹാപ്പി. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് നന്ദി. കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ചാടെ. ആത്മീയ ലോകം എന്ന് പറയുമ്പോൾ നമ്മുടെ അകത്തേക്ക് നൂലാറ് ചിന്തകൾ വരാം. അതിലൊരു ചിന്ത പറയാം, നമ്മളായിരിക്കുന്നത് ഈ ലോകത്തിലാണ്. എന്നാൽ ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ വേറെ 2 ലോകങ്ങൾ കൂടെ വേദപുസ്തകം നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്ന് പൈശാചിക ലോകവും, 2 ദൈവിക ലോകവും. എല്ലാവരും പറഞ്ഞേ, ഒന്ന് പൈശാചിക ലോകവും ദൈവിക ലോകവും. ഒന്നും കൂടെ ശബ്ദം ഉയർത്തി പറഞ്ഞേ, പൈശാചിക ലോകവും. സത്യത്തിൽ എനിക്ക് തോന്നുന്നു ദൈവിക ലോകത്തെ കൂടെ കൂടുതൽ നമുക്ക് പൈശാചിക ലോകത്തെക്കുറിച്ച് അറിയാമെന്നാണ് സത്യത്തിൽ ശരി. നമ്മൾ സമ്മതിക്കത്തില്ലായിരിക്കാം, പക്ഷേ ശരിക്കും ശരി പറഞ്ഞാൽ ആത്മീയ ലോകത്തേക്കാൾ കൂടുതൽ നമുക്ക് എന്തറിയാം? പൈശാചിക കാര്യങ്ങളെക്കുറിച്ച് അറിയാം. ഒരു ഉദാഹരണം പറയാം. നമുക്ക് മന്ത്രവാദം ഉണ്ടെന്നറിയാം. ഇന്ന് എനിക്ക് തോന്നുന്നു ഞാൻ അഞ്ചൽ ചർച്ചിൽ മിനിസ്റ്റർ ചെയ്യുമ്പോൾ മന്ത്രവാദത്തോട് ബന്ധിക്കപ്പെട്ടുണ്ടായ രോഗങ്ങളായിരുന്നു എന്നെ കർത്താവ് കാണിച്ചു തന്നത്. എനിക്കൊരു ചേച്ചി കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞു, ബ്ലീഡിങ് ആണ് രോഗം. അവർ പറഞ്ഞു യെസ്. ഞാൻ പറഞ്ഞു ആ രോഗം ഉണ്ടാക്കിയ ഒരു ദുരാത്മാവ്, അതിനോട് പുറത്തു വരാൻ പറഞ്ഞു. ആ ദുരാത്മാവ് പുറത്തു വന്നു. എനിക്ക് വിശ്വാസം ആ ചേച്ചിയെ ഇന്ന് കർത്താവ് സൗഖ്യമാക്കിയതാണ്. നമുക്ക് ഇരുട്ടിൻ്റെ ലോകത്തെക്കുറിച്ച് കുറേ അറിയാം. മന്ത്രവാദം അറിയാം, മന്ത്രവാദം ഫലിക്കുമെന്നറിയാം. മന്ത്രവാദം ഫലിക്കുമോ? നിങ്ങൾ ആരും വിചാരിക്കരുത് ഫലിക്കത്തില്ലെന്ന്. മന്ത്രവാദം ഫലിക്കുമെന്നാണ് പറയുന്നത്, പക്ഷെ നമുക്ക് ഫലിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. നിങ്ങളതിനെ കൈയടിച്ചില്ല. മന്ത്രവാദം ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. മന്ത്രവാദം മാത്രമാണോ? മന്ത്രവാദമുണ്ട്, ദുർമന്ത്രവാദങ്ങളുണ്ട്, നേർച്ചകളുണ്ട്, ആഭിചാരങ്ങളുണ്ട്. അതെല്ലാം ശക്തികളാണ്. അങ്ങനെ ഒരു ലോകമുണ്ട്. അതുകൊണ്ടാണ് മന്ത്രവാദികൾ ചെയ്യുന്നത്. അത് വിശ്വസിക്കുന്ന ആളുകൾക്ക് അത് ആ കാര്യം യാഥാർത്ഥ്യമാണ്. ഞാൻ വിശ്വാസത്തിൽ വരുന്നേക്കാൾ മുമ്പ് എൻ്റെ മമ്മി മന്ത്രവാദം ചെയ്തിട്ടുണ്ട്. മന്ത്രവാദത്തിന് ഞാൻ പോയിട്ടുള്ളത് പാലക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. യൂട്യൂബിൽ കേൾക്കുന്ന ആളുകൾക്കും ആ സ്ഥലം അറിയാം. വിളയോടി എന്ന് പറയുന്ന സ്ഥലം, അത് കേരളത്തിലെ ഏറ്റവും നല്ല മന്ത്രവാദം ചെയ്യുന്ന സ്ഥലങ്ങളിലൊന്ന് വിളയോടി എന്ന് പറയുന്ന സ്ഥലം. അവിടെ സ്ഥലത്ത് ഞാൻ ഒരു പൂജാരിയുടെ അടുക്കൽ ചെന്നു, ഒരു മന്ത്രവാദിയുടെ അടുക്കൽ ചെന്നു. അപ്പോൾ എനിക്ക് പപ്പ പറഞ്ഞു വിട്ട അല്ലെങ്കിൽ വീട്ടുകാർ പറഞ്ഞു വിട്ട പരിചയമുള്ളൂ. അവിടെ ചെന്നൊരു സാധനം മേടിച്ചുകൊണ്ട് പോകാനാണ് സാധനം പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ സാധനം മേടിച്ചെന്നതാണ്. അപ്പോൾ എനിക്ക് ഈ പൂജാരിയോട് സംസാരിക്കാൻ തോന്നി, അല്ലെങ്കിൽ ആ മന്ത്രവാദിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോന്നി അന്ന് ഞാൻ തൃശ്ശിനാപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ബിസിനസ് ആവശ്യമായിട്ട് പോകുമോ. ഞാൻ പറഞ്ഞു ഞാൻ വിശ്വസിക്കാം, എൻ്റെ റൂമിൽ വന്നിട്ട് വാതിൽ മുട്ടാമെങ്കിൽ ഞാൻ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ കാര്യമാണ്. പുള്ളി പറഞ്ഞു ഇറ്റ്സ് ഓക്കെ, ഐ ക്യാൻ ഡു ഇറ്റ്. അന്ന് രാത്രി 12 മണിയായപ്പോൾ 7 ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞാൽ തൃശ്ശിനാപ്പള്ളിയിലെ ഹോട്ടലിൽ ഞാൻ കിടക്കുക. 216 റൂം നമ്പർ ഇപ്പോഴും എനിക്ക് ഓർമ്മയാണ്. കറക്റ്റ് സമയം പുള്ളി പറഞ്ഞ സമയത്ത് ആളിൽ ഒരു വാതിൽ വന്നു മുട്ടി. പിന്നെ ഞാൻ ഉറങ്ങിയില്ല, എൻ്റെ ജീവൻ പോയി. പിന്നെ അതിനകത്ത് എങ്ങനെ കിടന്ന് കാണും നിങ്ങൾക്ക് ഊഹിച്ചുകൂടെ. എൻ്റെ ദൈവമേ, കള്ളു പിടിക്കുന്ന സമയം നേരെ പുറത്തിറങ്ങി ഫുൾ പോട്ടിൽ മേടിച്ച് അടിച്ച് ഫീലായി. എത്ര അടിച്ചിട്ടും തലയിൽ സാധനം കയറുന്നില്ല. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇറ്റ്സ് ട്രൂ. മന്ത്രവാദം ശരിക്കും ഉണ്ടെന്ന് മനസ്സിലായി. നമുക്കറിയാം ഈവിൾ വേൾഡ് ഉണ്ട്. നമ്മൾ പലപ്പോഴും പേടിക്കുന്നത് എല്ലാം പൈശാചിക ശക്തി ആയിരിക്കുമോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്.
നമുക്കൊരു തകർച്ച വരുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട് അത് വല്ല മന്ത്രവാദമാണോ എന്ന് ചിന്തിക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിക്കാവോ, അത് മന്ത്രവാദമാണ്, അതൊരു ഇരുട്ടിൻ്റെ ആക്രമണമാണ് ചിന്തിക്കുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആ ലോകത്തിൽ എന്നെ സഹായിക്കാൻ കഴിയുന്നവരുണ്ട് എന്ന് ചിന്തിക്കാറില്ല. നിങ്ങൾക്ക് പിടികിട്ടിയോന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ദൈവത്തിലേക്ക് നിലവിളിക്കും. അത് ദൈവം രക്ഷിക്കില്ല എന്നല്ല എൻ്റെ അർത്ഥം. പക്ഷെ അതേ ലോകം നമ്മളായിരിക്കുന്നത് സ്പിരിച്വൽ വേൾഡിലാണ്. സ്പിരിച്വൽ വേൾഡിൽ ആ മേഖലയിൽ എന്നെ സഹായിക്കാൻ, പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ, എന്നെ പരിപാലിക്കാൻ ഒരു കൂട്ടം ഏഞ്ചൽസ് ഉണ്ട് നമ്മുടെ തലയിൽ ചിന്തിക്കത്തില്ല. അതിന് പകരം ദൈവമേ എന്നെ രക്ഷിക്കണമെന്ന് പറയും. അങ്ങനെ പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷെ എന്തെല്ലാം പിശാചിന് ചെയ്യാൻ പറ്റുമോ അതിനപ്പുറത്ത് എന്നെ സഹായിക്കാൻ കഴിയുന്ന ഒരു ഏഞ്ചൽസിന്റെ വ്യൂഹം. കൈ അടിച്ചൊരു ആമേൻ പറഞ്ഞാട്ടെ. ഞാൻ ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഇതുവരെ മനസ്സിലാക്കാത്ത ഒരു ആത്മീയ കാര്യം കൂടെ കർത്താവിനോട് പറഞ്ഞു. ഞാൻ ഇത്രയും നാളത് മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ കൊളോസി ലേഖനം 1-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവിടെ എഴുതിയിരിക്കുക, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, ഇവയെല്ലാം അവനാൽ സൃഷ്ടിക്കപ്പെട്ടു. പെട്ടെന്ന് സ്വർഗ്ഗം എന്നോട് പറഞ്ഞു, ജോണെ, ഞാൻ സൃഷ്ടിച്ചതാണ് സിംഹാസനങ്ങൾ, ഞാൻ സൃഷ്ടിച്ചതാണ് കർത്തൃത്വങ്ങൾ, ഞാൻ സൃഷ്ടിച്ചതാണ് അധികാരങ്ങൾ, ഞാൻ സൃഷ്ടിച്ചതാണ് വാഴ്ചകൾ. അതേപോലെ ഇപ്പുറത്തുകൊണ്ട് ഇരുട്ടിൻ്റെ ശക്തികൾ. ഈ സൃഷ്ടിച്ചതെന്ന് പറയുന്നത് പിശാചിനെയല്ല, ഏഞ്ചൽസിനെയാണ്. അവിടെ സിംഹാസനം നിങ്ങൾ വിളിക്കപ്പെടുന്നത്, സിംഹാസനങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന പൊസിഷനിൽ ആ സ്ഥലത്ത് ചില ഏഞ്ചൽസ് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് വാഴ്ചകൾ എന്ന് പറയുമ്പോൾ പിശാചിന്റെ വാഴ്ച മാത്രമേ അറിയാവൂ. പക്ഷേ ഈ ലോകത്തെ ഗൈഡ് ചെയ്യുന്ന, കാക്കുന്ന വേറൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്. അവരെ ദൈവിക ദൂതന്മാരെന്ന് വിളിക്കുന്നത്. അവരെ നമുക്ക് പരിചയമില്ല. സിംഹാസനങ്ങൾ, എനിക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായി. സിംഹാസനങ്ങൾ എന്ന് പറയുന്നത് എനിക്കിപ്പോൾ പറയുമ്പോഴും ആ പ്രസൻസ് ഈ ഹോളിൽ അറിയാം. വാഴുന്ന ദൈവദൂതന്മാർ, പട്ടണങ്ങളെ വാഴുന്ന, രാജ്യങ്ങളെ വാഴുന്ന. സ്വർഗ്ഗം എന്നോട് പറഞ്ഞു, അങ്ങനെയുള്ള ആ ഏഞ്ചൽസുമായി, ദൈവദൂതന്മാരുമായി നിനക്ക് ഞാൻ പരിചയം തരും. അതാ ഇന്നലെ എന്നോട് കർത്താവ് പറഞ്ഞു. എനിക്കപ്പോൾ അവരുമായി പരിചയമില്ല. റിയലി ഞാൻ ചിന്തിക്കും, ഇത്രയും വർഷമായി ഇതിനെക്കുറിച്ചൊരു പരിചയമില്ല. നമുക്കറിയാം അന്ധകാര ശക്തികൾ ദേശത്ത് വാഴുന്നത് അറിയാം, അത് ഇന്നതാണെന്നറിയാം. പക്ഷെ അതിനോടൊപ്പം ദൈവം അപ്പോയിന്റ് ചെയ്ത ആളുകൾ അവിടെ ഉണ്ട്. വി ഡോണ്ട് നോ ദാറ്റ്. അവരും കൂടെ ചേർന്ന് ഇവിടുത്തെ ആർമി വർക്ക് ചെയ്യത്തുള്ളൂ. നിങ്ങൾ കൈ അടിച്ചില്ലല്ലോ. നിങ്ങൾക്ക് വേണ്ട കാര്യമാണോ ഞാൻ പറയുന്നത്? വെള്ളം ചേർക്കട്ടെ? കൈ അടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്ന് പറഞ്ഞ ഞാൻ ഈ പട്ടണം പിടിക്കും എന്ന് പറയുമ്പോൾ പട്ടണം പിടിക്കേണ്ടതിന് പട്ടണത്തെ നോക്കുന്ന ദൈവദൂതന്മാരുണ്ട്. അവരോട് ചേർന്നാണ് ഞാൻ ഈ പട്ടണത്തെ പിടിക്കാൻ പറ്റത്തുള്ളൂ. അതർവൈസ് ഇറ്റ് ഈസ് ഇംപോസിബിൾ. പട്ടണത്തെ ഭരിക്കുന്ന ദുരാത്മാവിനെ ഞാൻ കണ്ടിട്ടുണ്ട്, അതിനെ ശാസിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് എൻ്റെ കൂടെ നിൽക്കുവാൻ ഒരു ഏഞ്ചൽസ് വ്യൂഹം ഉണ്ടെന്നുള്ള ബോധം നമ്മുടെ തലയിലില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തെ ഇരുട്ടിന് പകരം ഇപ്പുറത്ത് വെളിച്ചം നൽകുന്ന ദൈവദൂതന്മാർ, ദൈവശക്തി, അതിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഈ ലോകത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ സ്വർഗം പറയുക, ഈ ലോകത്തെ തിരിച്ചറിഞ്ഞാൽ പൈശാചിക ലോകം നിന്നെ ഒന്നും ചെയ്യത്തില്ല എന്ന് നീ തിരിച്ചറിയുക. ഞാൻ കുറച്ച് വെള്ളം ചേർക്കുക. നിങ്ങൾ എൻ്റെ കൂടെ വരണം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമുക്കറിയാം ഈ പൈശാചിക ലോകത്തെക്കുറിച്ച് കുറച്ചൊക്കെ നമുക്കറിയാം. ഒരു ഉദാഹരണം നമുക്കറിയാം, ആളുകൾക്ക് നമ്മളെ ശപിക്കാൻ പറ്റും. ഡു യു ബിലീവ് ദാറ്റ്? ആ ശാപം ഏൽക്കുവോ? ഞാൻ വിശ്വസിക്കുന്ന ഏൽക്കുമെന്നാണ്. ചില ആളുകൾ പറയാം അവന് കരിനാക്കാണ്, പറഞ്ഞ പോലെ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നേ. നമ്മുടെ തലയിൽ വരത്തില്ലെന്നാണ് നിങ്ങൾ പറയുന്നത്. ദാറ്റ്സ് അണ്ടർസ്റ്റാൻഡബിൾ. നമ്മുടെ തലയിൽ എന്താ അത് വരുന്നത്? വേറെ ഒത്തും ശപിച്ചാൽ നമ്മുടെ തലയിൽ വരുവാണല്ല. ഞാൻ പറഞ്ഞത് അങ്ങനൊരു ലോകമുണ്ട്. പ്രാകാൻ പറ്റുമോ? മുടിഞ്ഞു പോകൂടാ നീ പറയാൻ പറ്റുമോ? പറഞ്ഞങ്ങനെ സംഭവിക്കുമോ? അത് അങ്ങനെ പ്രാകാനായി ആളുകളെ പ്രയോജനപ്പെടുത്തുന്ന ഒരു ലോകമുണ്ട്. നിങ്ങൾക്കറിയാം, ബിലയാമിനെ ദൈവം രാജാക്കന്മാർ വിളിച്ചു കൊണ്ടുവന്നത് മന്ത്രവാദം ചെയ്യാനല്ല,
പ്രാകാന, ശപിക്കാനാ വിളിച്ചുകൊണ്ട് വന്നേ. ഇസ്രായേൽ ജനത്തെ എന്ത് ചെയ്യാനാ വിളിച്ചുകൊണ്ട് വന്നേ? ശപിക്കാനാ വിളിച്ചേ. എന്ന് പറഞ്ഞ ആ പ്രൊഫറ്റ് ശപിച്ചാൽ ആ ശാപം അവന്റെ തലയിൽ വരുമെന്ന് അവർക്കറിയാമായിരുന്നു. ഓ, നിങ്ങൾ കൈയടിച്ചില്ല, ആമേൻ പറഞ്ഞില്ല. പക്ഷേ ബിലയാം ഇവിടെ നിന്ന് ശപിച്ചു നോക്കി നടന്നില്ല, ഇപ്പുറത്തോട്ട് മാറി നിന്ന് ശപിച്ചു നോക്കി നടന്നില്ല, നേരെ കുറച്ചും കൂടെ അപ്പുറത്തോട്ട് പോയി ഇവിടെ നിന്ന് ശപിച്ചു നോക്കി നടന്നില്ല. ബിലയാം പറഞ്ഞു, അവരെ ശപിച്ചാൽ പറ്റത്തില്ല, കാരണം അവർ വേറൊരു ലോകത്തിലാണ്. ഒരു 5 പേര് വന്നേ, ഓടിവോ. നിങ്ങൾ വട്ടത്തിലെ തിരുവാതിര നിൽക്കുന്ന പോലെ, തിരുവാതിര കളിക്കുന്ന പോലെ നിന്നേ. വട്ടത്തിൽ നിൽക്കുക. ജോയിനമുള്ള അവിടെ നിന്നാൽ മതി. ഞാൻ ജോയിനമുള്ള വിളിക്കാം. നിങ്ങൾ വട്ടത്തിൽ നിന്ന് കുറച്ചും കൂടെ അകന്ന് നിൽക്കുക. ജോയിനമുള്ള അകത്ത് പോയിക്കേ. ആർ ലിസണിങ് ടു മീ. ഞാൻ കുറച്ച് നേരത്തേക്ക് ബിലയാമാകുക. എന്താകുക? ബിലയാമാകുക. ഞാൻ ആ നിൽക്കുന്നത് ഇസ്രായേലാണ്. ആരാണത്? ഇസ്രായേലാ. ഞാൻ ഇസ്രായേലിനെ നോക്കി ശപിക്കുക. പക്ഷേ ശപിക്കുന്ന എനിക്കൊരു കാര്യം മനസ്സിലായി, ശാപം വരുന്നില്ല. നീ പുതിയ നിയമത്തിലെ ഇസ്രായേൽ ആണെന്ന് തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം. ഞാൻ വാഗ്ദത്ത സന്തതിയാണെന്ന് അറിയുന്നവർക്കായി സ്തോത്രം. കൂടെ ഉണ്ടെങ്കിൽ ആരാധിക്കും. ഞാൻ വാഗ്ദത്ത സന്തതിയാ, ദൈവത്തിന്റെ വാഗ്ദത്തത്താൽ ജനിച്ചതാ. ഇത് വാഗ്ദത്ത സന്തതിയല്ല, എന്നിട്ടും അവൻ ആത്മലോകത്തിനകത്താണ്. ബിലയാമിന് ശപിക്കാൻ എഴുന്നേറ്റ് വന്ന് ശപിക്കുമ്പോ ബിലയാം പറയുക, ആഭിചാരം യാക്കോബിന് ഫലിക്കത്തില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിനെ ഏൽക്കത്തില്ല. എന്തുകൊണ്ടേക്കത്തില്ല? ഈ ലോകത്തിന് ആ ലോകത്തിനൊരു കാര്യമില്ല. ഈ ലോകത്തിന് ആ ലോകത്തെ തൊടാൻ പറ്റത്തില്ല. It is higher than this world. അടുത്ത വാചകം ശ്രദ്ധിച്ചോണം. ആ ലോകമാണ് മന്ത്രവാദികളെ പോലെ നിയന്ത്രിക്കുന്നത്. മനസ്സിലാവുന്നോ? ഈവിൾ വേൾഡിനെ പോലെ നിയന്ത്രിക്കുന്നത് ആരാ? നിങ്ങളൊന്ന് ചേർന്ന് നിന്നേ. ഈ ലോകമാണ്, ഈ സ്പിരിച്വൽ വേൾഡാണ്, ഈ ലോകമാണ് മന്ത്രവാദികളെ പോലും. വേദവ്ദൂതൻ പറയുന്ന അറിയോ? മോശ വെണ്ണീരെടുത്ത് ആകാശത്തിലേക്ക് എറിഞ്ഞിട്ട് പറഞ്ഞു, പരുക്കൾ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാം, വാക്യം വായിച്ചിട്ടുണ്ടോ? മന്ത്രവാദികളുടെ മേൽ പോലും പരുക്കളുണ്ടായി. That is the spiritual world. അതാണ് ആത്മലോകം. മന്ത്രവാദിക്ക് കയറി അങ്ങോട്ട് അടിക്കാനൊക്കത്തില്ല, ഇതിന് കയറി ഇങ്ങോട്ട് അടിക്കാൻ പറ്റും. തിരുവനന്തപുരത്ത് ചില മന്ത്രങ്ങൾ, തന്ത്രങ്ങൾ ഈ പകൽ ഇവിടെ വെളിപ്പെടുന്ന ആത്മലോകം തൊടുകയാണ്. തുള്ളിച്ചാടിയതിന് റിസീവ് ചെയ്താട്ടെ. Receive your. Thank you, Jesus. ആഭിചാര കർമ്മങ്ങൾക്ക് അങ്ങോട്ട് ഇരുന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ സ്പിരിച്വൽ വേൾഡ് എവിടെങ്കിലും ഇറങ്ങിയാൽ, സ്പിരിച്വൽ വേൾഡ് എവിടെങ്കിലും വെളിപ്പെട്ടാൽ അത് അങ്ങോട്ട് ചെന്ന് അങ്ങ് ഫൈറ്റ് ചെയ്തോളും. ആ വേൾഡ് മുഴുവൻ എവിടെയാണോ വേൾഡ് മാനിഫെസ്റ്റഡ് ആകുന്നത്, അവിടെ ഒരു മന്ത്രശക്തിയും, ഒരു തന്ത്രശക്തിയും, ഒരു ദുഷ്ടാത്മാവും, ഒരു പ്രവൃത്തിയും നിൽക്കത്തില്ല. ഞാനിത് പറയുമ്പോൾ ചില ദുശക്തികൾ വ്യക്തികളിൽ നിന്ന്, വീടുകളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് അതിന് വേര് പറയുകയാ. നിങ്ങളുടെ വീട്ടിനകത്ത് ദൈവശക്തി ആവരിക്കുന്നു.
നിങ്ങളുടെ വീട്ടിനകത്ത് ദൈവശക്തി വ്യാപരിക്കുന്നു. നിന്നോട് വാദിക്കുന്ന ഇരുട്ടിന്റെ പ്രതലങ്ങൾ, കൂടോത്രം, മന്ത്രവാദം, ആഭിചാരം, അത് വേര് പറയുന്നു. ഇത് വേറെ അടുത്ത ആഴ്ച എങ്ങനെ തൊടാന്ന് വെച്ചിരിക്കുന്ന കാര്യമോ? ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകും. ആത്മലോകം എന്താണെന്ന് മനസ്സിലാകാനായി പറയുന്നേ. നിങ്ങൾ ശപിച്ചത് വലിയ കാര്യമായിട്ട് തലയിലിരിപ്പില്ലേ? അയാളെന്നെ ശപിച്ചു, അയാളെന്നെ പ്രാഗി, അയാളെന്നെ കണ്ണിട്ടായിരുന്നു. അതുകൊണ്ടല്ലേ നമ്മുടെ വീട്ടിനകത്ത് വട്ടം വരച്ച് വയ്ക്കുന്നേ. വേറെ വല്ല എൻ്റെ കണ്ണ് തട്ടായിരിക്കാൻ ഒരു കള്ളിമുള്ളി ചെടി തൂക്കിയിട്ടാൽ മതി, ഏക്കത്തില്ല. അത്ര കണ്ണിന് ബലമുള്ളൂ. അല്ല, അതിനകത്ത് ഒരു തട്ടി അങ്ങ് പോയിക്കോളും. അപ്പൊ നീ ഒരു കാര്യം ചെയ്താൽ മതി, വീട്ടിന്റെ മുകളിൽ കൊളത്തിയിട്ടിരിക്കുന്ന സാധനം നിന്റെ ദേഹത്ത് കൊളത്തിയിട്ട് അങ്ങ് നടക്കും. തട്ടി അങ്ങ് പോയിക്കോളൂല്ലേ? അങ്ങനെയെങ്കിലും നിന്റെ കള്ളി മുള്ളും ഒക്കെ പോട്ടെ. ആർ യു ലിസണിങ്? നിങ്ങൾക്ക് വല്ലതും മനസ്സിലാകുന്ന ഞാൻ പറയുന്നേ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? ഞാന് നിങ്ങളുടെ തലയിൽ എന്തിനാ ഒരുത്തൻ ശപിച്ചത്, പ്രാഗിയത്, മുടിഞ്ഞു പോകുമെന്ന് പറഞ്ഞത്? കുറച്ചും കൂടെ കയറി പറയട്ടെ. അത് നിന്നോട് പറയുമ്പോൾ അത് നിന്റെ ദേഹത്ത് തട്ടിയിട്ട് അങ്ങോട്ട് പോയി ഇടിക്കും. എടാ, നിനക്ക് വന്ന് ഞാൻ 4 അടി തരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് വന്ന് ഇടിച്ചിട്ട് നേരെ അങ്ങോട്ട് ചെന്ന് 4 അല്ല 16 കിട്ടും. അവൻ മുടിയുന്നവരെ അടിക്കും. അത് ഇത് ജോൺ ദാരു പറഞ്ഞതല്ല. ഞാൻ അഭിഷക്തനാണെങ്കിൽ, നിന്നോടൊരുത്തൻ അങ്ങനെ പറഞ്ഞെങ്കിൽ, നിന്നോടൊരുത്തി അങ്ങനെ പറഞ്ഞെങ്കിൽ, അത് നിന്റെ ദേഹത്തോട്ട് തട്ടിയിട്ട് അതങ്ങോട്ട് റിഫ്ലക്ട് ചെയ്യും. അത് അവിടെ ചെന്ന് അടിക്കും. ഇന്ന്, നാളെ, മറ്റന്നാൾ. ഞാൻ പ്രതികാരം പറയുമല്ല, എനിക്ക് പ്രതികാരം പറയുന്ന ഇഷ്ടവുമല്ല, പ്രതികാരം പ്രസംഗിക്കാറുമില്ല ഞാൻ. പക്ഷെ ഇത് യാഥാർത്ഥ്യമോ? ഇസ്രായേലിനെ ശപിക്കരുത്. അവനെ ശപിച്ച ഞാൻ അവനെ ശപിക്കും. ഞാൻ പുതിയ നിയമത്തിലെ ഇസ്രായേലാണ്. അവനെ എന്നെ നീ അനുഗ്രഹിച്ചാൽ നീ രക്ഷപ്പെട്ടു. എന്നോട് നീ പൊരുതിയ നിന്റെ കാര്യമോ പോക്കെ. ഞാനൊന്നും ചെയ്യണ്ട, ഞാൻ കയ്യും കെട്ടി ഇങ്ങനെ നിന്നാ മതി. കാരണം I am in a spiritual natural world. എൻ്റെ ആത്മാവിൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ വീട്, ചുറ്റുപാടും, നിങ്ങളുടെ സഭ, നിങ്ങളുടെ ചുറ്റുപാടും, അവിടെയൊക്കെ ഈ പകൽ നിങ്ങൾ നാളെ അടുത്ത ആഴ്ചത്തെ സാക്ഷ്യം ചിലത് നിങ്ങൾ പറയുന്നത് ഞാൻ ഈ പറഞ്ഞ ദൂതായിരിക്കും. കാരണം ചിലതിനെ ചിലത് തൊടുക, ചിലതിനെ ചിലത് സന്ദർശിക്കുകയാ. നിങ്ങൾ ആ ശാപവാക്കൊന്ന് ഓർത്തെ. നിന്നോട് പറഞ്ഞ് നിന്നെ തല്ലൂടാന്ന് പറഞ്ഞു നോർത്തെ, എന്നിട്ടൊന്ന് ചിരിച്ചേ. ചെയ്യേ, മനഃപൂർവ്വം ചെയ്യേ. നിനക്കറിയാം ഞാൻ ഏത് രാജ്യത്താണ്? പറ. ഇത് ഞാൻ പറയുന്നതല്ല, സീരിയസ്ലി. ബിലെയാം പറഞ്ഞു നോക്കുക, മുടിഞ്ഞു പോട്ടെ, മുടിയട്ടെ എന്ന് പറഞ്ഞപ്പോ അവന് തിരിഞ്ഞു പറഞ്ഞു, നീ മുടിയത്തേ ഉള്ളൂ, അത് മുടിയത്തില്ല. നിന്നെ ആളുകൾ മുടിക്കാൻ നോക്കട്ടെ, അത് നേരെ തിരിച്ചങ്ങോട്ട്, അത് തൊടാനൊക്കത്തില്ല. കാരണം രാജകോലാഹലം അവരുടെ നടുവിലുണ്ട്, രാജാവ് അവരുടെ മധ്യയിലുണ്ട്. ഉയർത്തെഴുന്നേറ്റവൻ, രാജാതി രാജാവായവൻ തുള്ളി ചാടി അതിനെ റിസീവ് ചെയ്തോ കേട്ടോ. ഇന്ന് നിങ്ങളെ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ നിങ്ങൾ ചുറ്റുപാട് വീടിന് ചുറ്റും നടന്നേച്ച് പറയണം, വീടിന് ചുറ്റും നടന്നേച്ച് പറയണം, എൻ്റെ വീട് ആത്മലോകത്തിനകത്താണ്, എൻ്റെ വീട് ആത്മലോകത്തിനകത്താണ്. നിങ്ങളുടെ വീടിന് ചുറ്റും നടന്നേച്ച് പറയണം,
എന്റെ വീട് ആത്മലോകത്തിനകത്താണ്. എന്തെങ്കിലും പറഞ്ഞ നിങ്ങളുടെ ബിസിനസ്സുകൾ ആത്മലോകത്തിനകത്താണ്. നിന്നെ എതിർക്കാൻ കഴിയത്തില്ല. നീ തൊടുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെട്ടോണ്ടേയിരിക്കും. നീ തൊടുന്നതെല്ലാം വർദ്ധിച്ചോണ്ടേയിരിക്കും. നീ തൊടുന്നതെല്ലാം പൊന്നായിക്കൊണ്ടേയിരിക്കും. നീ പോകുന്നിടത്തെല്ലാം വർധന ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇത് എന്റേതല്ല ഭാഷ, ഇത് സ്വർഗത്തിന്റെ ഭാഷയാ. ഉറക്കെ വിളിച്ച യേശുവേ, 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 റിസീവ് യുവർ മിറക്കിൾ നൗ, നൗ. യേശുവേ. ഞാനും നിങ്ങൾ ആരാന്ന് നിങ്ങൾക്ക് അറിയാവോ? നമ്മൾ എവിടാന്നറിയാവോ? ഒരു അമ്മ എന്നോട് വന്നിട്ട് പറഞ്ഞു, ബ്രദറെ, ഞാൻ ആ കൂട്ടത്തിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ ആ ആള് എന്നെ ശപിച്ചില്ലാതാക്കുമെന്ന്. അമ്മ ഇവിടെ ഇരിപ്പുണ്ട്. അമ്മേനെ എങ്ങാനും എന്തെങ്കിലും പറഞ്ഞ നീ ആരാന്നറിയേ? നീ ദൈവത്തിന്റെ മോളാ, നീ ദൈവത്തിന്റെയാ. പിശാചിനിങ്ങനെ പന്ത് കെട്ടി കളിക്കാനുള്ള സാധനമല്ല ഞാൻ. അത് പണ്ടായിരുന്നു. ഞാൻ പിശാചിന്റെ കയ്യിലായിരുന്നപ്പോ. ഇപ്പൊ ഞാൻ പിശാചിന്റെ കയ്യിലല്ല, അവന്റെ കൈക്കുള്ളിൽ എന്നെ വെച്ചേക്കുവാ. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചോണ്ട് പറ, ഞാൻ അവന്റെ കൈക്കുള്ളിലാണ്. വേറൊരാളോട് കൈ കൊടുത്തിട്ട് പറ, ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, ഞാൻ താങ്ങുന്ന എന്റെ ദാസി. പറ, ഞാൻ താങ്ങുന്ന, പറവായി തുറന്ന, എന്നെ കുറിച്ച് ദൈവം പറഞ്ഞതാ. പറ, നിങ്ങളെ കുറിച്ച് പറ. ജോൺ ദാരു, ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ. സോളി പറ, മൈക്കെടുക്ക. ജോയന പറ, ജോസഫ് സാറെ പറ, ഞാൻ താങ്ങുന്ന എന്റെ ജോസഫ്. ആരാ? ഞാൻ താങ്ങുന്ന കർത്താവ് താങ്ങുന്ന ജോസഫ്. കർത്താവ് പറഞ്ഞു, എന്റെ കയ്യിൽ നിന്ന് ആരും അവനെ പിടിച്ചു പറിക്കത്തില്ല. എന്റെ പിതാവ് അവനിലും വലിയവൻ. ഇത് പറഞ്ഞത് എന്റെ യേശുവാ. യോഹന്നാൻ 10:28-29 ഞാൻ ഈ പറഞ്ഞേ. എന്റെ കയ്യിൽ നിന്ന് ആരും പിടിച്ചു പറിക്കത്തില്ല. എന്റെ പിതാവ് അതിനേക്കാൾ വലിയവൻ. ചിലരുടെ മേളിൽ ദൈവശക്തി നിറയുക. നിങ്ങൾ കർത്താവിന്റെ കൈ അറിയുക. താങ്ങും തണലും ഒക്കെ ആയിട്ട് നമ്മളെ കരുതുന്നൊരു നല്ല നാഥനുണ്ട്. എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് കയറാൻ തോന്നുന്നില്ലല്ലോ ദൈവമേ. ഞാൻ മെസ്സേജിലേക്ക് വന്നില്ല. എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? നിങ്ങൾക്ക് വല്ലതും പിടി കിട്ടുന്നോ? നിന്റെ വീട്ടിനകത്തേക്ക് 2 തെറ്റിപ്പൂ കിട്ടും. അവരെ ഒന്ന് മൊത്തം കൂടെ മേടിച്ചിട്ട് വീട്ടിലോട്ടിടും. ഒരെണ്ണായിട്ട് ഇടണ്ട. ചിലത് ചോമ്പും മഞ്ഞയും എല്ലാം കൂടെ കലക്കി ഇങ്ങോട്ട് ഒഴിച്ചു. അവരോട് പറയണ വെയിറ്റ്, അത് മൊത്തമായിട്ട് താ, എവിടെ വേണേ ഒഴിച്ചേക്കാം, കുറച്ചൊഴിക്കണ്ട. എന്നെ കടിച്ചു കീറുന്ന ശത്രുക്കൾ എന്റെ അടുക്കൽ വന്ന് ഇടറി വീണ് നശിച്ചു പോകും. I don't know what I am preaching like this. എന്നെ കടിച്ചു കീറുന്ന ദുഷ്കർമ്മികൾ എന്റെ അടുക്കൽ വന്ന് ഇടറി വീണ് നശിച്ചു പോകും. നിന്നെ തല്ലാനും കൊല്ലാനും ഉള്ളതല്ല. അങ്ങനെ പറഞ്ഞവനാ നശിച്ചു പോകുന്നത്. You are valuable. നീ എനിക്ക് മാന്യനാകൊണ്ട് നിനക്ക് പകരം ഞാൻ വേറെ ആളെ കൊന്നുകളയുന്ന കർത്താവ് പറഞ്ഞു. ഓ, ഭയങ്കരമായിട്ടോ. ആ വാക്കുകളൊക്കെ പറയാൻ തന്നെ പേടിയാ എനിക്ക്. ഈ കർത്താവിന് പ്രിയപ്പെട്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വല്ലതും അറിയാവോ? അറിയാത്തതാണ് അങ്ങേന്ന് വെച്ചോണ്ടിരിക്കുന്നത്.
കർത്താവിന് പ്രിയപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇച്ചിരി ഉണ്ടത്. ഞാൻ കർത്താവിന് ഇഷ്ടപ്പെട്ട ദൈവവൃതിന. നീ കർത്താവിന്റെ മോളും മോനുമാ. ഞാൻ ദൈവത്തിന് വിലയേറിയവനാ. ഒന്ന് പറ, ഞാൻ ദൈവത്തിന് വിലയേറിയവനാ. നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചേ, നിങ്ങളുടെ ഹൃദയം കൊണ്ട് ശ്രദ്ധിച്ചേ. ശാപം, മന്ത്രവാദം, പൈശാചിക ശക്തികൾ, അതല്ലേ നമ്മളെ തടയിൽ. അതുണ്ടോ ഇതുണ്ടോ അങ്ങനെ ഉണ്ടോ എന്ന് അതല്ലേ നമ്മളെ ഭരിക്കുന്നേ. കുറച്ചു പേരെങ്കിലും അങ്ങനെ ഭരിക്കുന്നവരില്ലേ? നിങ്ങളെ ഒന്നും തൊടത്തില്ല. നിന്നെ തൊടാൻ അതിന് കഴിയത്തില്ല. നീ ആയിരിക്കുന്ന സ്പിരിച്വൽ വേൾഡാണ് ആ ലോകത്തെ പോലും നോക്കി നിയന്ത്രിക്കുന്നത്. അതിനല്ല ശക്തി, നീ ആയിരിക്കുന്ന വേൾഡിനാ ശക്തി. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്. കണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചേ. ഇതുകൊണ്ടാണ് ഈ മോശ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ ഓർമ്മിക്കുന്നു. കട്ടളപ്പടിമേലും കുറുമ്പടിയുടെ മേലും രക്തം തെളിച്ചിട്ട് അവർ അകത്തു നിന്ന് പുറത്തേക്ക് വന്നു. എങ്ങനെയാ? കട്ടളപ്പടിമേലും കുറുമ്പടിമേലും രക്തം തെളിച്ചിട്ട് അവരെന്ത് ചെയ്തു? അകത്തു നിന്ന് പുറത്തേക്ക് വന്നു. യേശു പറഞ്ഞു, ഞാനാകുന്നു വാതിൽ. ആരെങ്കിലും ഈ വാതിലിലൂടെ അകത്ത് കയറിയാൽ, അവര് കട്ടള കടന്ന് അകത്ത് കടന്നപ്പോ യേശു ക്രിസ്തുവിനെ ക്രോസ് ചെയ്തതാ. ഞാൻ വാതിൽ തുറന്ന് പുറത്തു വന്നപ്പോ യേശുവിനെ ക്രോസ് ചെയ്തതാ. അവർ ക്രോസ് ചെയ്ത് ഇറങ്ങിയത്. ഞാൻ എൻ്റെ പ്രതീക്ഷ പറയട്ടെ, ഇനി ഞാൻ കട്ടളപ്പടിയിൽ നിന്ന് പുറത്തോട്ട് കയറുക കേട്ടോ. ഇസ്രായേൽ ജനമാ, ഞാനാ ഇസ്രായേൽ എന്ന് വിചാരിച്ചോണം. കയറുക. ആദ്യം കണ്ടത് ചുറ്റും അഗ്നിമയമായ രഥങ്ങൾ നിൽക്കുന്നു. മേഘസ്തംഭം, അഗ്നിസ്തംഭം, അതിന്റെ നടുവിലേക്കാ കാല് വയ്ക്കുന്നേ. അത് പഴയ നിയമത്തിലെ നിഴലായിരുന്നുവെങ്കിൽ പുതിയ നിയമത്തിൽ എത്രയധികം ഞാൻ അകത്ത് കയറുമ്പോൾ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് യേശു പറഞ്ഞേ, എന്നിലൂടെ ആരെങ്കിലും കടന്നാൽ അവർ നശിക്കത്തില്ല. നശിക്കത്തില്ലെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ രക്ഷപ്പെടും. വാതിലൂടെ കടക്കുന്ന എന്ത് ചെയ്യും? രക്ഷപ്പെടും. ഓ എന്ന് പറഞ്ഞ അവൻ കേറുന്ന സ്ഥലം അതാ. പിന്നെ ആർക്കും അവനെ തൊടാൻ കിട്ടത്തില്ല. അവൻ രക്ഷപ്പെടുകയാണ്. അതുകൊണ്ട് യോഹന്നാൻ 3:16 പറഞ്ഞത്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകത്തില്ല. നശിക്കുക എന്നവിടെ ഉപയോഗിച്ചിരിക്കുന്ന 2 വേർഡാ. ഗ്രീക്ക് വേർഡ് 2 ഉപയോഗിച്ചിരിക്കും. ഇറ്റേണലായ ഡെത്ത്, നിത്യമായ മരണം, രോഗങ്ങളാൽ ഉണ്ടാകുന്ന മരണം എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാൻ, നിങ്ങളെ ഒരു വിധത്തിലും കൊല്ലാൻ ആർക്കും പറ്റത്തില്ല. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറ, നിങ്ങൾക്ക് മരണമില്ല. ഉണ്ടോ? പറ, മരണമില്ല. നിങ്ങൾക്ക് മരണം ഉണ്ടോ ഇല്ലയോ? ഈ ശരീരം കുറച്ച് ആള് കഴിയാൻ മരിക്കും, പക്ഷെ അകത്തുള്ള ആള് മരിക്കത്തില്ല. അയാൾ എന്നേക്കുമായി അകത്ത് കയറി കഴിഞ്ഞു. ഞാൻ ഈ മരിച്ചവരെ ഉയർപ്പിക്കുക, അതെൻ്റെ ഒരു ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു. ഞാൻ വിചാരിച്ചിരുന്ന, എനിക്ക് കുറേ ആത്മീയ രഹസ്യങ്ങൾ അതിനെക്കുറിച്ച് എനിക്ക് അറിയാം കേട്ടോ. എങ്ങനെ, ആരാണ് ഉയർപ്പിക്കേണ്ടത്, എങ്ങനെയാണ് അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ അറിയാം. പക്ഷെ കഴിഞ്ഞ ആഴ്ച ശരിക്കുള്ള കാര്യത്തിലേക്ക് ഞാൻ വന്നത്. ശരിക്കും എനിക്ക് മനസ്സിലായി, സ്പിരിച്വൽ വേൾഡിലെ ഒരു ഡീപ്പർ പ്രതലമുണ്ട്. അതാണ് മരിച്ചവരുടെ ഉയർപ്പിക്കുന്ന സ്ഥലം. ഐ നോ ദാറ്റ്. എനിക്ക് ആ സ്ഥലം അറിയാം. ഇപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ടില്ല, പക്ഷെ ഐ നോ, എനിക്ക് ആ സ്ഥലം അറിയാം. എനിക്ക് സന്തോഷം തോന്നൽ, എന്തെങ്കിലും കാര്യം എന്നോട് കർത്താവ് പറഞ്ഞ ചുമ്മാ കർത്താവ് പറയത്തില്ല. യു ആർ വെൽക്കം, നീ അവിടേക്ക് ക്ഷണിക്കപ്പെട്ടു എന്നാ അതിന്റെ അർത്ഥം. നിങ്ങൾ ദൈവദാസൻ വരുന്ന കൈ കോർത്ത് പിടിച്ചേ. വാ, സാധിക്കുന്നവരുടെ കൈ കോർത്ത് പിടിച്ചേ. പിടിക്കുന്നവരെ നേരാണോ പിടിച്ചോണം, കാരണം ദൈവശക്തി അടിക്കുക. ഐ നോ സംതിങ് ഈസ് ഗോയിങ് ഓൺ.
നിൽക്കുന്നവര് നേരാവണം നിന്നു. നിങ്ങളും ഞാനും ഒരു സ്പിരിച്വൽ ലോകത്തിലേക്ക് കടക്കുക. മരണമില്ലാത്തൊരു ലോകത്തിനകത്തേക്ക്. The power. ഇന്ന് പകൽ സഭ അതിനകത്തേക്ക് കയറുക. സഭ അതിനകത്തേക്ക് കയറുക. കൈകളടിച്ച് ആരാധിച്ചോ, യേശുവെ വിളിച്ചോ. എനിക്ക് ദൈവദൂതന്മാർ ഈ ഹോളിൽ നിറഞ്ഞു നിൽക്കുന്ന കാണാം. നമ്മളോടൊപ്പം ആരാധിക്കുന്ന കാണാം. നിങ്ങൾ അറിയുന്നോ ഇല്ലയോ, നിങ്ങളെല്ലാവരും വേറൊരു തലത്തിലേക്ക് എടുക്കപ്പെടുകയാ. ഓ ഓ യേശുവിന്റെ നാമത്തിൽ രോഗത്താൽ നിങ്ങൾ ആരും നശിക്കത്തില്ല. എന്നെ യൂട്യൂബിൽ കാണുന്നവർ, ഫേസ്ബുക്കിൽ പിന്നെ യൂട്യൂബിൽ പിന്നെ കാണുന്നവർ, ഈ വാക്ക് കേൾക്കുന്നവർ, ചർച്ചിലുള്ള ഓരോ കുടുംബങ്ങളെയും നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ പ്രവചിച്ചു പറയുക, നിങ്ങൾ രോഗനിമിത്തം നശിക്കത്തില്ല. രോഗനിമിത്തം നിങ്ങൾ മരിക്കത്തില്ല. രോഗനിമിത്തം നിങ്ങൾ മരണം കാണത്തില്ല. രോഗനിമിത്തം മരണം അനുഭവിക്കത്തില്ല. കർത്താവ് വിളിക്കുമ്പോൾ പോകാം. കർത്താവ് എന്റെ സീസൺ കഴിഞ്ഞാൽ വിളിക്കട്ടെ, അപ്പോ പോകാം. പക്ഷെ രോഗനിമിത്തം മരിക്കത്തില്ല. ഒരു വാതിൽ നിങ്ങൾ തുറന്നാല്, നിങ്ങൾ ശ്രദ്ധിച്ച, ഈ വാതിൽ തുറന്നാൽ ഇതിങ്ങനെ ഇല്ല, തുറക്കുന്ന മേലോട്ട് ആണ്. ഇത് തുറന്നാൽ എവിടേക്കോ ഒരു ഓപ്പണിങ് വരുവാ. യേശു പറഞ്ഞു, ഞാനാകുന്നു വാതിൽ. എവിടേക്കാ തുറന്നിരിക്കുന്നേ? അടുത്തിരിക്കുന്നവരോട് എവിടോട്ട് തുറന്നിരിക്കുവാ? ലോകത്തിലേക്കോ? കർത്താവ് തുറന്ന വാതിൽ അങ്ങോട്ട് കയറാനാ, സ്വർഗീയ അനുഭവങ്ങളിലേക്ക് കയറാനാ യേശു തുറന്നത്. ആത്മലോകത്തിലേക്ക് കർത്താവ് കയറ്റുവാനാ കൊണ്ടുവന്നേ. ഞാൻ സ്വപ്നങ്ങളും ദർശനങ്ങളും പ്രസംഗിക്കാൻ തുടങ്ങിയതാ. ഇത് അതിലേക്കാ വരാൻ പോകുന്നത്. പക്ഷെ എന്ന് വരുമെന്ന് എനിക്കറിയത്തില്ല. അവിടെ കൊണ്ടേ ഞാൻ പ്രസംഗിക്കത്തുള്ളൂ. അതാണ് എൻ്റെ പ്രസംഗ വിഷയം. പക്ഷെ നിങ്ങൾക്കിത് മനസ്സിലാകാൻ തുടങ്ങിയാൽ സ്വപ്നങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ദാഹിക്കത്തൊന്നുമില്ല. കാരണം ഇതിനകത്തുള്ള ഭാഷയാ സ്വപ്നം, ഇതിനകത്തുള്ള ഭാഷയാ ഡ്രീംസ്, ഇതിനകത്തുള്ള ഭാഷയാ വിഷൻസ്, ഇതിനകത്തുള്ള ലാംഗ്വേജ് ആണ്. എനിക്ക് അങ്ങോട്ട് പറയാനുള്ള ലാംഗ്വേജ് അന്യഭാഷയും, ദൈവത്തിന് ഇങ്ങോട്ട് പറയാൻ ലാംഗ്വേജ് എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ. എല്ലാവരും എന്നോട് കൂടെ ഒന്ന് ആക്ഷൻ കാണിച്ചേ. ഞാൻ എവിടേക്ക് കയറുക? വാതിലിലൂടെ അകത്തേക്ക് കയറുക. ഇനി ഞാൻ നശിക്കത്തില്ല. പറ, ഞാൻ രക്ഷപ്പെടുകയാ. ആരിൽ നിന്ന് രക്ഷപ്പെടുകയാ? പിശാചിന്റെ ലോകത്തിൽ നിന്ന് രക്ഷപ്പെടുകയാ. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് രക്ഷപ്പെടുകയാ. പിശാചിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുകയാ. ശാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയാ. ക്ഷാമങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയാ. ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടുകയാ. രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുകയാ. സകലത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുകയാ. അടുത്തിരിക്കുന്ന രണ്ടുപേരുടെ കൈ എടുത്തിട്ട് പറഞ്ഞേ, ഞാൻ രക്ഷപ്പെട്ടേ. പറ, ഞാൻ രക്ഷപ്പെട്ടു. കേട്ടോ, ഞാൻ രക്ഷപ്പെട്ടു. ഇനി രോഗത്തിന് എന്നെ തൊടാക്കത്തില്ല, ലോകത്തിന് എന്നെ തൊടാൻ പറ്റത്തില്ല, ശത്രുവിനെ എന്നെ തൊടാൻ പറ്റത്തില്ല. ഞാൻ രക്ഷപ്പെട്ടു. ഒരു കള്ളൻ പിടിക്കാൻ വന്നു, കള്ളൻ പിടിച്ചു പറിക്കാൻ വന്നു, പോലീസ് സ്റ്റേഷനിൽ കയറി പറയുന്നത് ഞാൻ രക്ഷപ്പെട്ടു. കേട്ടോ, അതുപോലെ നിങ്ങൾ കയറിയിരിക്കുക. രക്ഷപ്പെട്ടു. നിങ്ങൾക്ക് രക്ഷപ്പെട്ടു. ആ രാജ്യത്തിനകത്ത് കയറിയിരിക്കുക. രക്ഷപ്പെട്ടു. നിങ്ങൾ ആരെങ്കിലും ഇവിടുത്തെ ചൂട് വല്ലതും അറിയുന്നുണ്ടോ?
പകരം നമ്മൾ അറിയുന്നുണ്ട്, ഒരു ആത്മശക്തി അറിയുന്നുണ്ട്. തുള്ളിച്ചാടി റിസീവ് ഇറ്റ്. രക്ഷപ്പെട്ടു. ഞാനിത് പറയുന്നത് കേൾക്കുമ്പോ ഇരുട്ടിന്റെ ചങ്ങലകൾ അഴിയുന്നത് കാണാം. നിങ്ങൾ വെളിപ്പാടുകൾ കാണുന്നോ? നിങ്ങളുടെ അകക്കണ്ണ് തുറക്കട്ടെ, തുറന്ന് കാണാം. അകക്കണ്ണ് തുറന്ന് കാണാം. കാണുന്നെങ്കിൽ കാണുന്ന ഞാൻ പറയാം. ഇത് കറുത്ത പക്ഷികൾ മുറിവേറ്റു വീഴുന്നു. കാക്കകൾ പോലെ, കഴുകന്മാർ പോലുള്ളത് മുറിഞ്ഞു വീഴുന്നു. പകരം മാലാഖമാർ, സ്വർഗീയ ദൂതന്മാർ ഈ ഹോളിലെ അന്തരീക്ഷത്തിനകത്തേക്ക് ഇറങ്ങി വരുന്നു. എന്ന് പറഞ്ഞ് ഞാൻ അകത്തേക്ക് കയറി. ഇപ്പൊ എനിക്ക് എന്ത് സംഭവിച്ചു? ഞാൻ രക്ഷപ്പെട്ടു. എല്ലാവരും പറ, രക്ഷപ്പെട്ടു. നിങ്ങൾക്കറിയാമോ, ദാവീദിന് ഈ രഹസ്യം അറിയാമായിരുന്നു. ദാവീദ് പറഞ്ഞു കണ്ടോ, യഹോവ എൻ്റെ ഏടയനാകുന്നു എന്ന് പറഞ്ഞ അവന് മനസ്സിലായി, ഞാനൊരു ഷെപ്പേർഡിന്റെ കീഴിലാണ് ഇരിക്കുന്നത്, ആ വലയത്തിനകത്താ. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ആ ഷെപ്പേർഡ് എന്ന് പറയുന്ന വാക്കിനെ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വേർഡ് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. റൂള് ലൈക്ക് എ ഫ്രണ്ട് എന്ന് പറഞ്ഞ ഒരു 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 സുഹൃത്തിനെ പോലെ റൂൾ ചെയ്യുന്ന ഒരുവനായിട്ട് എൻ്റെ പുറകെ ഒരുവനുണ്ടെന്ന്. അതുകൊണ്ട് എനിക്ക് എന്തുണ്ടാകത്തില്ലെന്ന്, മുട്ടുണ്ടാകത്തില്ലെന്ന് പുള്ളിക്ക് മനസ്സിലായി. ഈ രാജ്യത്തിനകത്താ ഞാൻ. കാട്ടി താമസിച്ചാലും, ഗുഹയ്ക്കകത്ത് കഴിഞ്ഞാലും, മരുഭൂമിയിൽ ഓടിയാലും, നിങ്ങൾ ആമേൻ പറയാത്ത എന്താ? രാജകൊട്ടാരത്തിലായിരുന്നാലും ഞാൻ ഒരേപോലെ വസിക്കുമെന്ന. ഞാൻ ഈ ഏപ്രിൽ മാസത്തെ ദൂത് പറയട്ടെ. ഈ ദിവസം മുതൽ ചിലരുടെ മുട്ടുമാറിപ്പോകും. സഭയുടെ മുട്ടുമാറിപ്പോകട്ടെ. മുട്ടെന്ന് പറഞ്ഞാൽ എന്തുവാ? ആവശ്യമുണ്ട്, പക്ഷെ അതിനുള്ള കാര്യം നടക്കണില്ല. ആവശ്യത്തിനൊത്തവണ്ണം ആ കാര്യങ്ങൾ യാഥാർത്ഥ്യമാകുന്നില്ല. അതിനെ മുട്ടുണ്ടാകുക. പക്ഷെ ഈ പകൽ മുതൽ നിങ്ങളുടെ ദൂത് പറയുക, ഈ ഏപ്രിലെ മുട്ടില്ലാതെ വണ്ണം ചിലര് നടക്കാൻ പോവാ. നോ മോർ വാണ്ട്സ്. ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറ. ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുക, മുട്ടുകൊണ്ടുവരുന്ന, മുട്ടുണ്ടാക്കുന്ന ആ മുഖം ചിലരെ മുറിഞ്ഞു പോകട്ടെ. ആവശ്യം ഉണ്ടാക്കുന്ന മുഖം മുറിയട്ടെ. മുട്ടുണ്ടാകുന്ന മുഖം മുറിയട്ടെ. ഞാൻ അവിടെ ആ മുട്ടുണ്ടാകുക എന്ന വാക്കിനെ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വേറൊരു വാചകം പറയട്ടെ. ഫെയിൽ എന്നാണ്. വീഴ്ച ഉണ്ടാകത്തില്ല. ചിലർ നോക്കി ഞാൻ പറയട്ടെ, ഈ രാജ്യത്തിനകത്ത് വീഴത്തില്ല. വീണാലും കർത്താവിന്റെ കയ്യിലേക്കേ വീഴത്തുള്ളൂ. ഞാൻ ഇന്ന് ഓർമ്മിക്കുന്നുണ്ട്, യേശുദാസ് എന്ന് പറഞ്ഞൊരു മാസ്റ്റർ സ്കൂൾ ഓഫ് ഹോളി സ്പിരിറ്റിനകത്ത് നമ്മുടെ അഞ്ജലിയിൽ നടക്കുമ്പോൾ അദ്ദേഹം ഒന്ന് പഠിപ്പിക്കുക. നിങ്ങൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുക, നിങ്ങൾ വീണു, എവിടേക്ക് വീഴും? ഒരുത്തൻ പറഞ്ഞു നേരെ കടലിൽ പോകും. ഒരുത്തൻ പറഞ്ഞു 100 ഉത്തരം പറഞ്ഞു. ആരും ശരി ഉത്തരം പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു നീ ഫ്ലൈറ്റ് വീണ ഫ്ലൈറ്റിനകത്തല്ലേ വീഴത്തുള്ളൂ, താഴോട്ട് എങ്ങനെ പോന്നെ? അപ്പോഴാ സുബോധം വന്നേ. നിങ്ങൾ ഈ രാജ്യത്ത് വീഴത്തില്ല. നിങ്ങൾ എൻ്റെ ഒപ്പം എത്തിയെങ്കിലും നല്ല ആമേൻ പറ. വീഴുന്ന പ്രകൃതത്തിൽ നിന്ന് വീഴാത്ത പ്രകൃതത്തിലേക്ക് നിങ്ങൾ ഷിഫ്റ്റഡ് ആയ ദിവസമാണ് ദൈവരാജ്യത്തിനകത്തേക്ക് കയറിയത്. മൂന്ന് പേര് വീതം വളയം നിന്ന്, മൂന്ന് പേര് വീതം വളയം നിന്ന്, അടുത്തൊരു 3 പേരും കൂടെ വളയം നിന്ന്. ഇങ്ങോട്ട് നീങ്ങിക്കേ. നോക്ക, ഇത് ദൈവരാജ്യം, ഇത് ഇരുട്ടിന്റെ രാജ്യം. ഞാനിങ്ങനെ പറയാം, ഇത് തായ്ലൻഡ്, ഇത് നമ്മുടെ ചർച്ച്.
ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? ഇത് കൂടുതൽ എങ്ങനെ ഞാൻ പറയുന്നേ? ഇത് കോവളം ബീച്ച്. അത്രയും മനസ്സിലായി. ഇത് നമ്മുടെ സഭ. അങ്ങനെയൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. നിങ്ങൾ ശ്രദ്ധിച്ചേ, ആ സ്ഥലത്തിന്റെ അന്തരീക്ഷത്തിനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അർദ്ധനഗ്നയായിട്ടൊരാൾ വന്ന് അയാളിലേക്ക് നമ്മൾ അറിയാൻ നോക്കാൻ തോന്നാം. നമ്മുടെ ഉള്ളിലേക്ക് ചില ഇൻസ്പിറേഷൻസ് വരാം. നമ്മൾ സാധാരണ മനുഷ്യരാണ്, അല്ലാതെ ആരും ഇവിടെ ഇല്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വൈകിട്ട് മീറ്റിംഗ് കഴിഞ്ഞ് ഒന്ന് കാണണേ, ആ വ്യക്തി ഒന്ന് കണ്ട് പരിചയപ്പെട്ടിരിക്കാനേ, വികാരമില്ലാത്ത ആളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും അങ്ങനെ ഉണ്ട്, ഭൂമിയിൽ എല്ലാ വിശുദ്ധന്മാർക്കും ഉണ്ട്. പക്ഷെ അതിൻ്റെ കാരണം പറയുന്നത്, ശ്രദ്ധിക്കേ, ഈ ലോകം ആ വ്യക്തിയെ സ്വാധീനിക്കുന്നതാ. എന്നാൽ നിങ്ങൾ അറിയേണ്ടത്, ഈ ലോകത്തിലാണ് നിങ്ങളെങ്കിൽ ആ ലോകത്തിന് എന്നെ സ്വാധീനിക്കാൻ കഴിയത്തില്ല. വല്ലതും മനസ്സിലാകുന്നോ? നിങ്ങൾക്ക് അങ്ങനെ സെക്സി ആയിട്ടൊരു പെങ്കുച്ച് വരുന്നു, അല്ലെങ്കിൽ സെക്സി ആയിട്ട് ചെറുക്കം വരുന്നു, 6 പാക്ക് ഒക്കെ ആയിട്ടൊരു വരുത്തം വരുന്നു, വന്നുപോയി, അത്രേ ഉള്ളൂ. അത് നിങ്ങളെ അകത്തേക്ക് വരത്തില്ല, അകത്തേക്ക് ഫീൽ ചെയ്യത്തില്ല. നമ്മളെ അസ്വസ്ഥതപ്പെടുത്തത്തില്ല. കാരണം അതിങ്ങോട്ട് വന്ന് തട്ടി അങ്ങ് സ്ലിപ്പാകും. കാരണം യു ആർ ഇൻ അനദർ കിങ്ഡം. നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു കാഴ്ച കണ്ട് നിങ്ങളുടെ ഉള്ളിൽ സ്വാധീനം വരുന്നു എന്ന് തോന്നിയാൽ പറയണം, ഐ ആം ഇൻ ഹിസ് കിങ്ഡം. ഞാൻ അവൻ്റെ രാജ്യത്തിനകത്താണ്, ഞാൻ ആ സൂപ്പർ നാച്ചുറൽ കിങ്ഡത്തിനകത്താണ്, ഞാൻ അവൻ്റെ രാജ്യത്തിനകത്താണ്. നിങ്ങൾ പറയാൻ തുടങ്ങുമ്പോഴേ പ്രൊട്ടക്ഷൻ വെളിപ്പെടാൻ തുടങ്ങും, ഏഞ്ചൽസ് അപ്പിയർ ആകാൻ തുടങ്ങും. സകല പൈശാചിക മണ്ഡലങ്ങളും പൊട്ടട്ടെ. എന്റെ കൂടെയുള്ളവർ കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചോ. സകല മന്ത്രവാദങ്ങളും അഴിയട്ടെ, ആഭിചാര ക്രിയകൾ പൊട്ടട്ടെ, ദുർശക്തികൾ അഴിയട്ടെ. ഒരു കടിയും കൂടെ കയറി പറയോ? ഒരു കടിയും കൂടെ കയറി പറയുവോ? നിങ്ങൾക്കൊരു വിധത്തിൽ നിങ്ങൾ ഫെയിൽ ആകത്തില്ല. ഈ മാസത്തെ ദൂത് നിങ്ങൾക്ക് മുട്ട് ഇന്നു മുതൽ ഉണ്ടാകത്തില്ല. സൂപ്പർ നാച്ചുറൽ പ്രൊവിഷൻസ് ഉണ്ടാകും. ഈ മാസത്തെ അടുത്ത ദൂത്, ഈ ദിവസം മുതൽ ഫെയിലിയർ എന്താന്ന് നിങ്ങൾ അറിയത്തില്ല. നോ മോർ ഫെയിലിയർ. പറ, നോ മോർ ഫെയിലിയർ. ശബ്ദം ഉയർത്താ, നോ മോർ ഫെയിലിയർ, നോ മോർ ഫെയിലിയർ. അടുത്ത, പച്ചപ്പുള്ളെടുത്ത് ഞാൻ കിടക്കുന്നു. പച്ചപ്പുള്ളെടുത്ത് ഞാൻ കിടക്കും. പറ, സമൃദ്ധി ഞാൻ കിടന്നുറങ്ങും. സമൃദ്ധി ഞാൻ ജീവിക്കുകയല്ല, സമൃദ്ധി കിടന്നുറങ്ങും ഞാൻ. സമൃദ്ധി കിടക്കും ഞാൻ, സമൃദ്ധി കിടക്കും ഞാൻ, സമൃദ്ധി കിടക്കും ഞാൻ. ഈ മാസം മുതൽ ഞാൻ സമൃദ്ധി കിടക്കുന്ന മാസമോ? സമൃദ്ധിയിൽ കിടക്കും. നിങ്ങളോടുള്ള ദൂതാ ഞാൻ പറയുന്നേ. എങ്ങനെയെങ്കിലും ജീവിക്കുകയല്ല, സമൃദ്ധിയിൽ കിടക്കും, സമൃദ്ധിയിൽ കിടക്കും, സമൃദ്ധിയിൽ കിടക്കും, സമൃദ്ധിയിൽ കിടക്കും. സമൃദ്ധി മാത്രമല്ല ദാവീദ് പറഞ്ഞത്, ഈ രാജ്യത്തിനകത്ത് സ്വസ്ഥതയുണ്ട്, സ്വസ്ഥതയുള്ള വെള്ളം. സ്വസ്ഥതയിൽ ഞാൻ ജീവിക്കും. Come on, say, സ്വസ്ഥതയിൽ ഞാൻ ജീവിക്കും, സ്വസ്ഥതയിൽ ഞാൻ ജീവിക്കും, സ്വസ്ഥതയിൽ ഞാൻ ജീവിക്കും. എന്റെ പ്രാണൻ, പറ, എന്റെ പ്രാണൻ തണുപ്പിക്കപ്പെടും. ഓ ഹല്ലേലൂയ. എന്റെ മനസ്സെപ്പോഴും സന്തോഷിച്ചുകൊണ്ടിരിക്കും. സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രം എനിക്ക് സംഭവിക്കും. നന്മ വരും, നന്മ വരും. എന്റെ പ്രാണൻ തണുത്തോ, എന്റെ പ്രാണൻ തണുത്തിരിക്കും. God will refresh your soul. ഒരു ആമേൻ പറഞ്ഞാട്ടെ. രണ്ട് വാചകമായി പ്രാണൻ തണുത്തിരിക്കുക എന്ന് എഴുതിയിരിക്കുന്നിടത്ത് ഉപയോഗിച്ചിട്ടുള്ളത് റീഫ്രഷ് യുവർ സോൾ ആൻഡ് റിസ്റ്റോർ യുവർ സോൾ എന്നാണ്.
2 വാർഡുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്ന് റീഫ്രഷ് യുവർ സോൾ, നിന്റെ പ്രാണനെ അവൻ റീഫ്രഷ് ചെയ്യുമെന്ന്. തണുത്തും ഇടിഞ്ഞും പോയ സ്ഥലത്ത് നിന്ന് അവനെ എഴുന്നേൽപ്പിക്കും, സ്റ്റോറപ്പ് ചെയ്ത് അവൻ വേറൊരു പ്രതലത്തിലേക്ക് വരും. ഈ രാജ്യത്തിനകത്ത് റീഫ്രഷ്, എപ്പോഴും ഫ്രഷ് ആയിരിക്കും. റിസ്റ്റോർ ചെയ്യുന്ന, ഇടിഞ്ഞു പോയ സ്ഥലത്തുനിന്ന് റിസ്റ്റോർ ചെയ്യുന്ന. ഞാൻ ചിലരെ നോക്കി ദൂത് പറയുവാ, ഇത് നിന്റെ റിസ്റ്റോറേഷന്റെ മാസമാ, റീഫ്രഷിന്റെ മാസമാ. April, the month of refreshness, the month of restoration, but a month of refresh, month of restoration, വീണ്ടെടുപ്പിന്റെ മാസം, റീഫ്രഷ് ആകുന്ന മാസം. ഈ ദാവീദിന് ഈ രഹസ്യം മനസ്സിലായി. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞു, ദാവീദിന് ഈ രഹസ്യം മനസ്സിലായി. അവൻ പറഞ്ഞു, എനിക്ക് ചുറ്റും ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടോ? എനിക്ക് ഒരു വാചകം കൂടെ പറയുന്ന ഇഷ്ടമോ? ഞാൻ കൂരിരുളിന്റെ താഴ്വരയിലൂടെ കടന്നാലും ഞാൻ ഭയപ്പെടത്തില്ലെന്ന്. അവിടെ എഴുതിയിരിക്കുന്നതാ, ഈവൻ ത്രൂ ഐ വാക്ക് ത്രൂ എ സൺലെസ് വാലി. വെളിച്ചമില്ലെന്ന് നമുക്ക് തോന്നിയാൽ പോലും, എല്ലാ സാഹചര്യങ്ങളും പ്രതികൂലമായ തോന്നിയാൽ പോലും ആരോ ഒരാളെന്നെ എടുത്തോണ്ട് നടക്കുമെന്ന് എന്ന് പറഞ്ഞ ദാവീദിന് മനസ്സിലായി, അവൻ അവന്റെ തോളിലാ. അടുത്തിരിക്കുന്ന ആളെ കൈ കൊടുത്തിട്ട് പറഞ്ഞ്, ഞാൻ അവന്റെ തോളിലാ. ജസ്റ്റ് പറഞ്ഞിട്ട് അങ്ങ് അവസാനിപ്പിക്കാവേ. ഇത്രയും മതി, എൻ്റെ ആവശ്യമുള്ളൂ. കാരണം സ്പിരിച്വൽ വേൾഡും മെറ്റീരിയൽ വേൾഡും നിങ്ങൾക്ക് കുറേശ്ശെ മനസ്സിലാവുക. സത്യത്തിൽ സ്പിരിച്വൽ വേൾഡിൻ്റെ ഡെപ്ത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ അടുത്ത ആഴ്ച ഞാൻ പ്രസംഗിക്കും അത്. സോ നിങ്ങൾ എബ്രായ ലേഖനം 12 അധ്യായം നിങ്ങൾ വായിക്കണം. എവിടാ നിങ്ങൾ വന്നിട്ടുള്ളതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഭയങ്കരമാണ്. വായിച്ചാൽ മനസ്സിലാവും, അവിടാണോ ഞാൻ എന്ന് പിടികിട്ടും. അതിൻ്റെ ഒരു ഭാഗം തൊട്ട് അവസാനിപ്പിക്കാനേ അടുത്ത ആഴ്ചയും പറ്റത്തുള്ളൂ. ഈ പഴയ നിയമത്തിലെ വളരെ ചില സ്ഥലങ്ങളിൽ മാത്രമേ ആത്മലോകം മാനിഫെസ്റ്റഡ് ആയുള്ളൂ. നിങ്ങൾ മോശയെ വിളിക്കുന്നത് കണ്ടിട്ടുണ്ടോ? മോശയെ വിളിച്ചത് ഒരു മുൾപ്പടർപ്പിന് മേൽ തീ കത്തി. ഇത് മുൾപ്പടർപ്പാന്ന് വിചാരിച്ചു. ഒരാൾ വന്നേ, ഈ സാധനം എടുത്ത് ഇതിൻ്റെ നടുക്കിലോട്ട് വെച്ചേ. വേണ്ട, ഈ ഓഫറിംഗ് ബാഗ് എടുത്ത നടുക്കിലോട്ട് വെച്ചേ. ആർ യു ലിസണിങ്? ഇതെന്താണ്? മുൾപ്പടർപ്പാണ്. മോശ എന്ത് ചെയ്യുവോ? ദൂരെ നിന്ന് ഈ മുൾപ്പടർത്ത് തീ കത്തുന്നു കണ്ടിട്ട് ഓടി വരുവോ? ആർ യു ലിസണിങ്? അതിൻ്റെ നടുവിൽ നിന്ന് മോശയെ ദൈവം, മോശെ ഞാനാകുന്നു എന്ന് പറഞ്ഞു. അടുത്ത വാചകം പറയുക, നീ നിൽക്കുന്ന ഈ സ്ഥലം വിശുദ്ധമാകയാൽ കാലിലെ ചെരുപ്പഴിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞ ഏതോ ഒരു അറ്റ്മോസ്ഫിയറിനകത്തേക്ക് ആര് കയറുവോ? എന്ന് പറഞ്ഞാൽ ദൈവം മോശയെ വിളിച്ചു എന്ന് പറയണേക്കാൾ നല്ലത് മോശയെ സ്പിരിച്വൽ വേൾഡിനകത്തോട്ട് കൊണ്ടുവന്നിട്ട് അതിനെ ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ട് ഇതാണ് ലോകമെന്ന് തെളിയിച്ചിട്ട് അവനെ പറഞ്ഞേക്കിയ വാസ്തവത്തിൽ ദൈവം ചെയ്തതാ. ഇത് മനസ്സിലായപ്പോഴെനിക്ക് മനസ്സിലായേ, മോശയുടെ കയ്യിലിരിക്കുന്ന വടി ഈ സ്ഥലത്തിട്ടപ്പോ അത് ജീവനുള്ള വടിയായി. Are you listening or not? ഈ സ്ഥലത്തേക്ക് കയറിയപ്പോഴേ മരിച്ചത് ജീവിക്കുവാന്ന്, വടി പോലും ജീവിക്കുവാന്ന്. അപ്പൊ എങ്ങനെയാ മരിച്ചവർ എഴുന്നേക്കാന്ന് വല്ലതും മനസ്സിലായോ? ആ സ്ഥലം മനസ്സിലായോ? കത്തുന്നവർക്ക് കൂടെ കത്താം. ഒരു ആമേൻ പറ. മോശയോട് പറഞ്ഞു, മോശ ഈ അറ്റ്മോസ്ഫിയറില് കല്ലെടുത്തിട്ടാ പോലും വർത്തമാനം പറയും. കല്ല് പോലും വർത്തമാനം പറയുന്ന ഈ വടിക്ക് ജീവനുള്ളതാകാൻ പറ്റുമെന്നാ. Once you know the spiritual world, അതിനകത്ത് മരണം നടക്കത്തില്ല, അതിനകത്ത് ജീവനേ നടക്കത്തുള്ളൂ.
അതിനകത്ത് മരണം സംഭവിക്കത്തില്ല. ജിജോ, എന്തുകൊണ്ട് മോശയെ അടക്കിയതാൽ ആർക്കും അറിയാത്തതെന്നറിയോ? പുള്ളി അടക്കാനൊക്കത്തില്ല. ഏതിനകത്തായി പോയി പുള്ളി. നിങ്ങൾക്ക് വല്ല മനസ്സിലാവുന്നൊന്നും എനിക്ക് അറിയത്തില്ല. ആ ലോകത്തിലൊരാൾക്ക് മരിക്കാൻ പറ്റത്തില്ല. ആ ലോകത്തിൽ കയറി കഴിഞ്ഞാൽ ശരിയായി അതിൻ്റെ ഡീപ്നെസ്സിലേക്ക് ഒരാൾക്ക് വന്ന്, ആ ലോകത്തിൻ്റെ ആഴത്തിലേക്ക് ഒരാൾ വന്ന്, ആ ലോകത്തിൻ്റെ സ്പർശനം ആ മരണം പോലും ജീവനിലേക്ക് വരുത്തുന്നത് എങ്കിൽ ആ ലോകത്തിലൊരാൾ ജീവിക്കാൻ തുടങ്ങിയാൽ അയാൾക്ക് മരിക്കാൻ പറ്റത്തില്ല. ഹാനോക്ക് ആ ലോകത്തിലാ നടന്നേ. കർത്താവ് പറഞ്ഞു, ഇവനെ കൊല്ലാൻ ഇനി ഒക്കത്തില്ല, എടുക്കാനേ ഒക്കത്തുള്ളൂ. ഏലിയാവ് ആ ലോകത്തിലാ നടന്നേ. കർത്താവ് പറഞ്ഞു, ഇനി ഇവനെ കൊല്ലാൻ ഒക്കത്തില്ല, ഇവനെ കൊല്ലാൻ ആർക്കും കഴിയത്തില്ല. ഒരു ഇസബേലിന് പോട്ടെ ലോകം മുഴുവൻ എഴുന്നേറ്റ് വന്നാലും കൊല്ലാൻ പറ്റത്തില്ല, എനിക്ക് ഇവനെ ജീവനോടെ എടുക്കാനേ ഒക്കത്തുള്ളൂ. ഇത് കുറെ കൂടെ ആഴത്തിൽ എനിക്കിപ്പോൾ അറിയാം. അതെനിക്ക് അങ്ങനെ മനസ്സിലാക്കുന്നവരോടെ പ്രസംഗിക്കാൻ ഒക്കത്തുള്ളൂ. അങ്ങനെ മനസ്സിലാക്കുന്നവരോട് കർത്താവ് പറയുന്നത് ഒരു ദിവസം ഞാൻ പ്രസംഗിക്കാം. ബട്ട് ഐ അണ്ടർസ്റ്റുഡ് ഓൺ ഇതെടുക്കണം മോനെ. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, മോശയെ ദൈവത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയല്ല ചെയ്തത്, ഇൻട്രൊഡ്യൂസ് ചെയ്യുക മാത്രമല്ല ചെയ്തത്, ഒരാത്മലോകത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാണിച്ചു. മൈ സൺ, വെൽക്കം ടു മൈ വേൾഡ് എന്നതാ യേശു മോശയോട് പറഞ്ഞേ. അയ്യടാ, എന്തോ മോശയോട് പറഞ്ഞേ? മൈ സൺ, യു ആർ വെൽക്കം ടു മൈ വേൾഡ്. നീ രാജുവായിട്ട് ഫറവോനോട് പോയി മുട്ടടാ, ആര് ജയിക്കുമെന്ന് കാണടാ. നിങ്ങൾക്ക് വല്ല മനസ്സിലാവുന്നോ? ഞാൻ നിന്നെ ഇതിനകത്താക്കിയിട്ട് അങ്ങോട്ട് വിടുവാ. മിസ്രൈമിലെ മന്ത്രവാദികളൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. നീ അങ്ങോട്ട് പോയി മുട്ടടാ, രാജാക്കന്മാർ സല്യൂട്ട് ചെയ്ത് നോക്കത്തുള്ളൂ, പ്രഭുക്കന്മാർ സല്യൂട്ട് ചെയ്ത് നോക്കത്തുള്ളൂ, നിന്നെ ഒരാൾക്കും തൊടാൻ കഴിയത്തില്ല. ഇതുകൊണ്ട് ഈ അപ്പോസ്തലന്മാരെയൊക്കെ എന്ത് വിളിച്ചിരുന്നു? ഭൂമിയെ കീഴ്മേൽ മറിക്കുന്ന ആളുകൾ വന്നു. അവര് ചെല്ലുമ്പോൾ ഭയങ്കര കാര്യങ്ങളും, നമ്മൾ പോയിട്ട് ഒന്നും നടക്കാത്തതിന്റെ കാര്യങ്ങൾ ഇപ്പോഴാണ് മനസ്സിലായി വരുന്നത്. നമ്മൾ ചെല്ലുന്നത് ദൈവം തന്ന ചില വരങ്ങളും ആത്മീയാനുഭവങ്ങളുമാണ്. അവര് ചെല്ലുന്നത് ആ ലോകമായിട്ടാണ് ചെല്ലുന്നത്. God present apostles with that spiritual world. Hallelujah. We do the ministry with the giftings. Yes. That's a difference. Yes. അതുകൊണ്ടാ നമ്പൂരിമാരോട് തോമസ് ചോദിച്ചേ, മേളിലോട്ട് വെള്ളം എറിഞ്ഞില്ലേ, അത് താഴോട്ട് വീഴുന്നില്ലേ? ഞാനൊരു കാര്യം കാണിക്കാം, മേലോട്ട് അറിയാം, എൻ്റെ വെള്ളം താഴോട്ട് വരത്തില്ലെന്ന്. നമ്മളെങ്ങനെ ഇവിടെ ഇപ്പൊ ചെയ്ത മന്ത്രവാദം എന്ന് പറയും, അത് വേറെ കാര്യം. ജോൺ ദാരി ബ്രദർ അങ്ങനെ വെള്ളത്തെ എറിഞ്ഞ് മേളിലോട്ട് നിർത്തിയിട്ട് നിങ്ങളെ വിശ്വസിപ്പിച്ച അതോടെ തീർന്നു, എന്നെ മന്ത്രവാദി എന്ന് സീലടിക്കുവരെ. പക്ഷെ തോമസ് ലീഹയ്ക്ക് ചെയ്യാം. തോമസ് ലീഹ കുറച്ചും കൂടെ മെച്ചമുള്ള ആളാണ്. അത് ക്രിസ്ത്യാനികളുടെ തലത്തൊപ്പെട്ടനായോണ്ട് ചെയ്യാം. ഞാൻ ചിന്തിക്കാറുണ്ട്, ഈ ആളുകൾ പാമ്പിൻ്റെ പൊനത്തിൽ കൈയിട്ടിട്ട് പാമ്പിനെ പിടിച്ചിട്ട് കടിച്ച ആളെ കൊണ്ട് കടിപ്പിച്ചിട്ട് അതിനെ വിട്ടുകളഞ്ഞു. നിങ്ങൾ കേട്ടിട്ടില്ലേ വിശുദ്ധന്മാർ ചെയ്ത കാര്യങ്ങളെ കുറിച്ചിട്ട്? ഇത് കഥയല്ലോ ആയിരിക്കുമോ? അവർ പാമ്പിനെ പിടിച്ചെടുക്കുന്നു. കാരണം ഇത് സ്പിരിച്വൽ വേൾഡാണ്, അത് മെറ്റീരിയൽ വേൾഡാ. ഇവിടുന്ന് കൈ നീട്ടി ഏതിനെ പിടിച്ചാലും അതിന് ഇങ്ങോട്ട് തൊടാക്കത്തില്ല. ആ ലോകത്താണെന്ത് മനസ്സിലാവണം. ഇതിൽ എത്ര എണ്ണത്തിന് ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യം മനസ്സിലായി കാണുമെന്ന് എനിക്ക് ദൈവത്തിന് മാത്രമേ അറിയൂ. എന്തായാലും കുറച്ചെണ്ണത്തിന് ഇതിന്റെ പുറകെ വരാൻ ആഗ്രഹമുണ്ട്, അത് മാത്രം മതി എൻ്റെ ആഗ്രഹം. എനിക്ക് ആ ലോകത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുന്ന കര ഉയർത്തിക്കേ. എങ്കിലും നമുക്ക് അവസാനിപ്പിക്കാം, എഴുന്നിട്ട് നോക്കാം. ഇനി ഞാൻ പ്രസംഗിക്കേണ്ടത്
ആരാണ് ഈ രാജ്യത്ത് കയറുന്നതാണെന്ന് പ്രസംഗിക്കേണ്ടത്. പക്ഷേ അതിൻ്റെ വാതിക്ക് കൊണ്ട് നിർത്തുക. അടുത്ത ആഴ്ച നമുക്ക് കയറുന്ന ആരാന്ന് പ്രസംഗിക്കാം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. പക്ഷെ നിങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഇല്ലേ? എനിക്ക് ഇത് മനസ്സിലാകും തോറും എക്സൈറ്റ്മെന്റ് നിങ്ങൾക്കുണ്ടോ? എനിക്ക് തലേ കയറിയിരിക്കുക. അപ്പൊ മോശ അങ്ങനെയല്ലേ കാര്യം ചെയ്തേ? ഇങ്ങനെ അങ്ങ് മനസ്സിലാവുക. അപ്പോസ്തലന്മാർ കൈയിട്ട് പാമ്പിന്റെ പനത്തിൽ കൈയിട്ട് എടുത്തതിന്റെ കാര്യം ഇതല്ലേ? അതാണ് പാമ്പിനെ ഇവർ പിടിച്ചെടുക്കും എന്നൊക്കെ പറയുന്നേ. ഒരു ഹല്ലേലൂയ പറ. അങ്ങനെയും ചെയ്യാല്ലേ? അടുത്തിരിക്കുന്നവരോട് അങ്ങനെയും ചെയ്യാല്ലേ? വിഷം കുടിച്ചാൽ പോലും ഇവരെ തട്ടിക്കളയാൻ പറ്റത്തില്ല. കാരണം അവിടുത്തെ സാധനം ഇങ്ങോട്ട് കയറത്തില്ല. നിൽക്കുന്ന ഈ ലോകത്തിലേക്ക് ഈ സാധനം വന്നു കഴിയുമ്പോൾ പിന്നീട് തേനായിട്ട് അകത്ത് പോകത്തുള്ളൂ. It's another world. കാണാൻ കഴിയത്തില്ലെങ്കിലും ഇറ്റ് ഈസ് ട്രൂ. ഇത് കാണാൻ പറ്റുന്ന സ്ഥലമല്ലെങ്കിലും ഇത് ശരിയാണ്. ഇറ്റ് ഈസ് ട്രൂ. നിങ്ങൾ ഈ പ്രസംഗം യൂട്യൂബിൽ പല പ്രാവശ്യം കേൾക്കണം. നിങ്ങളുടെ കമൻസ് ഇടണം. നമ്മുടെ ചർച്ചിലെ ആളുകളെ കമൻസ് ഇടത്തില്ല, കമൻസ് ഇടണം. ലൈക്ക് ബട്ടൺ അമർത്തണം. അപ്പോൾ കൂടുതൽ പേരിലേക്ക് അത് ചെല്ലും. ആത്മീയരായ ആളുകൾക്ക് ഇത് പ്രയോജനപ്പെടും. മറ്റുള്ള ഒരാൾ കണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല, മനസ്സിലാവത്തില്ല, എന്താ ഈ പറയുന്നത് പോലും പിടികിട്ടത്തില്ല. എൻ്റെ ഫോക്കസ് എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയിലേ എനിക്ക് ചെയ്യാനൊക്കത്തുള്ളൂ. സംതിങ് ഈസ് ഗോയിങ് ഓൺ. നമ്മൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും കാര്യം ദൈവം തുറന്നു തരുന്നതിനൊരു ഉദ്ദേശം കാണും. ആരൊക്കെയോ ദൈവത്തിന് അവിടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ട്. ഞാൻ ഇന്ന് വരെ ബൈബിൾ വായിക്കുമ്പോൾ മോശയോട് കർത്താവ് വടി തറയിലിടാൻ പറയുന്നു. വടി തറയിലിടുന്നു, അത് പാമ്പാകുന്നു. കർത്താവ് പറഞ്ഞു അത് കർത്താവ് മാനിഫെസ്റ്റ് ചെയ്യാൻ പറയുന്നു എന്ന് മാത്രമേ ചിന്തിച്ചിരുന്നുള്ളൂ. അപ്പോൾ കുറച്ചും കൂടെ വേറൊരു ഡയമെൻഷനിലെ കാര്യങ്ങൾ അറിയാം. മോശ നിന്ന സ്ഥലം സ്പിരിച്വൽ വേൾഡാണ്. അവിടെ മാജിക്കിനേക്കാൾ മെച്ചമായത് കാണിക്കാം. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ, ഒരു പാസ്റ്ററിൻ്റെ ഭാര്യ പ്രാർത്ഥിക്കുക. അപ്പം അദ്ദേഹം അപ്പുറത്തിരുന്ന് പ്രാർത്ഥിക്കുക. ഒരു മിനിറ്റും കൂടെ നിൽക്കുക, ഇരിക്കല്ലേ, ഞാൻ അവസാനിപ്പിക്കുക. ഇപ്പോൾ രണ്ടുപേരും ആത്മനിറവിൽ കുറച്ചു നേരം ആയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഇദ്ദേഹം നോക്കുക. ഭാര്യ അന്തരീക്ഷത്തിൽ നിൽക്കുക. ഇത് കണ്ട് ഇദ്ദേഹം വിശ്വാസത്തിലായി. നമുക്ക് വല്ലതും മനസ്സിലായോ? തറയിരിക്കുകയല്ല, തറയിൽ ചമ്രം പണിഞ്ഞിരിക്കുക. പക്ഷേ പുള്ളിക്കാരി എന്ന് പറഞ്ഞാൽ ആ ടെറസിൻ്റെ മേളിൽ തല തട്ടുന്നതിൻ്റെ പരുവത്തിൽ ഏറി നിൽക്കുക. പുള്ളി എന്ത്, ഇതെന്തുവാ ഞാൻ ഈ കാണുന്നേ? നിങ്ങൾക്ക് വല്ല മനസ്സിലാവുന്ന? ആത്മാവ് വരെ ലിഫ്റ്റ് ചെയ്തതാ. നമുക്ക് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും നടക്കുന്നേ. ഈ സഭയിലുള്ള പലരും അത് അനുഭവിക്കാൻ പോവുക. ഞാനത് അനുഭവിക്കാൻ പോവാ. എൻ്റെ ഫാമിലി നമ്മുടെ ഫാമിലി ഇത് അനുഭവിക്കാൻ പോവാ. നിങ്ങളുടെ പല കുടുംബങ്ങളും ഇത് അനുഭവിക്കാൻ പോവാ. കമോൺ, യേശുവിന് നന്ദി പറ, യേശുവിന് നന്ദി പറ. നിങ്ങളിൽ പലരും ഇത് അനുഭവിക്കാൻ പോവുകയാണ്. ദൂതന്മാരുടെ ശബ്ദവും ഏഞ്ചൽസിന്റെ ശബ്ദവും ദൂതന്മാരുടെ ശബ്ദവും ദൈവത്തിന്റെ ശബ്ദവും ദൈവം നേരിട്ട് ഇടപെടുന്ന കാര്യങ്ങളും സാധാരണമായ കാര്യങ്ങളെന്ന പോലെ ആകാൻ പോകുകയാണ്. ഞാൻ ആത്മലോകവുമായി സഞ്ചരിക്കാൻ പോകുന്ന കാലഘട്ടങ്ങൾ വരുന്നു. ഞാനൊരു വാചകം പറയട്ടെ, നിങ്ങൾക്ക് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഞാൻ ഈ ഗാദറിംഗ് ഗുൾമാൻ നടക്കുമ്പോൾ ആളുകൾ വീഴുന്നത് എന്താണെന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഉത്തരമുണ്ട്, ആത്മശക്തിയാണ്. പക്ഷെ നിങ്ങളൊന്ന് ചെറിയായിട്ട് ഇങ്ങനെ ചിന്തിച്ച് നോക്കിയേ. ആ കാതിരി നിൽക്കുന്നതിന് ചുറ്റും ആത്മലോകം വെളിപ്പെട്ടിരിക്കുകയെന്ന് വിചാരിക്കേ. ആ ലോകത്തിലേക്ക് ആളുകൾ വന്ന തട്ടി വീഴും. ആ പ്രസൻസ് ഹൈ ആയാൽ മനസ്സിലാവുന്നോ?
ആ ലോകം സ്ട്രോങ് ആയാൽ, അത് നിങ്ങൾക്ക് ഇത്ര അതാ പറഞ്ഞ, ഇത് കുറച്ച് കാര്യം ഡീപ്പായിട്ട് എനിക്കറിയാം. ആ ലോകം സ്ട്രോങ് ആയാൽ വേറൊരാൾ കയറിയ അയാൾക്ക് തട്ടും, അത് അയാൾ വീണു പോകും, അങ്ങോട്ട് കയറാനൊക്കത്തില്ല. ഞാൻ ഈ ബെൻഹിനൊക്കെ ഒരിക്കൽ ഞാൻ സ്റ്റേജിൽ ഒരു വട്ടം വരച്ചിട്ട് നിങ്ങൾ കയറി വരാൻ പറയും. ആ വട്ടത്തിനപ്പുറത്തോട്ട് ആരും കയറത്തില്ല, എല്ലാവരും മറിഞ്ഞു വീഴും. ഞാൻ എനിക്കിത് എന്നെ പരിപാടിയാണ്. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ പ്രസൻസും ഈ ആത്മലോകവും വെളിപ്പെട്ട അതിനകത്തേക്ക് ഒരാൾക്ക് കയറാനൊക്കത്തില്ല. പിന്നെയാണോ നിന്നെ തല്ലാൻ കൈവെക്കുന്നേ? കൈവൊക്കിയ കൈ സ്റ്റിഫായി പോവും. ശദ്രക്കും മേശക്കും അബദനകവും തീക്കകത്ത് വീണിട്ട് അതിൻ്റെ കൂടെ ഒരു ഏഞ്ചൽ വെളിപ്പെട്ടു. തീ അതിനകത്ത് കയറത്തില്ല. കമാണ് രാമേൻ പറ. ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ടു. സിംഹത്തിനെ അവനെ തൊടാൻ പോയിട്ട് മണപ്പിക്കാൻ ഒക്കത്തില്ല, വേറെ ലോകത്തിലാ പുള്ളി. Are you following me? ഞാനും നിങ്ങളും സ്വീകരിച്ച ദൈവത്തെ, ഞാനും നിങ്ങളും കയറി ചെന്ന ലോകത്തിന് വിശുദ്ധീകരിക്കാൻ കഴിയുന്നതല്ല. പക്ഷേ we are in another world. Thank you Jesus. Father, ഇന്ന് പകൽ മുതൽ ചിലതിലേക്ക് ഞങ്ങൾ കയറട്ടെ അപ്പാ, ചിലത് ഞങ്ങൾ അനുഭവിക്കട്ടെ അപ്പാ, വ്യക്തിപരമായ ചിലത് ഞങ്ങൾ അനുഭവിക്കട്ടെ അപ്പാ. ഈ കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലായെങ്കിൽ അതുപോലെ അടുത്തൊരാഴങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നീ കൃപ തരണേ അപ്പാ. ഇറ്റ് ഈസ് ഓൺലി യുവർ ഗ്രേസ്. ഇത് മനസ്സിലായത് നിന്റെ കൃപയാ, ഇത് നിന്റെ കൃപയെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നപ്പാ. ഇൻ ജീസസ് നെയിം.